അപ്പോൾ ആദ്യമായിട്ട് ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് ജ്യോതിഷിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ആദിക്ക് ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഏതൊരു ദൈവജ്ഞനും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നിങ്ങളെ ആ ആദിയെ കൂടുതൽ ഒരു മാറാവ്യാധിയായിട്ട് മാറ്റാനല്ല ഒരിക്കലും ദൈവജ്ഞൻ ശ്രമിക്കേണ്ടത്. പലപ്പോഴും ഈ മരത്തിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രശസ്ത സിനിമാ നടി അതുപോലെ ചെയ്തതായിട്ട് വാർത്തകളിൽ വായിച്ചു. മംഗല്യദോഷമുള്ളത് കാരണം അതല്ല, ഓരോ നാട്ടിലും നമ്മുടെ കേരളത്തിലെന്ന് പറയുമ്പോൾ നാട്ടു നടപ്പ് അനുസരിച്ച് പലരും പല രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഈ തിരുവനന്തപുരം ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ മംഗല്യ പൂജ ഇപ്പോൾ വളരെ കേരളത്തിന് പുറത്തുമുള്ള ആൾക്കാർക്ക് വളരെയധികം അനുഭവം സിദ്ധിച്ചുള്ള ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു മാത്രം. ഇതിപ്പോൾ മംഗല്യ പൂജ വിവാഹത്തിന് മംഗല്യസാധ്യത്തിനും വേണ്ടി മാത്രമല്ല, എല്ലാ മംഗളകർമ്മങ്ങൾക്കും നമ്മൾ ഇപ്പോൾ അവിടെ പ്രാർത്ഥന അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു വീട് വെക്കാൻ ഉള്ള കുറേ കാലമായിട്ടുള്ള എൻ്റെ മോഹമാണ്. ഞങ്ങൾക്ക് ഇതായി വീട് വെക്കാനത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീട് വയ്ക്കാൻ എല്ലാ മംഗള കാര്യങ്ങൾക്കും നമുക്ക് ഭഗവതി പ്രസാദവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ മംഗല്യ പൂജ നടത്താറുണ്ട്. ഓക്കെ സർ, അപ്പോൾ ഈ കല്യാണം കഴിച്ചതിന് ശേഷവും കുട്ടികളുണ്ടാകാതെ ഇരിക്കുന്നൊരവസ്ഥ വേറെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് പ്രതിവിധിയാണ്? ഇതേപോലെ തന്നെയാണ് ഒന്ന് മംഗല്യദോഷം വേണ്ടിയിട്ട് മംഗല്യപൂജ എന്ന് പറഞ്ഞു. ഇതേമാതിരി തന്നെ ദൈവത്തിൻ്റെ അടുത്ത് പലരും ഇത് പറഞ്ഞ മാതിരി കല്യാണം കഴിഞ്ഞ് 4 കൊല്ലം 5 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴത്തെ രീതിയിലുള്ള പ്ലാനിങ് അനുസരിച്ച് 2-3 കൊല്ലം കുട്ടികൾ വേണ്ട എന്നുള്ള ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുടെ അടുത്ത് പോകുമ്പോൾ അത് പറയില്ല. പക്ഷെ അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് 5 വർഷമായി കഴിയുമ്പോൾ ഈ കുട്ടികൾ ഇല്ലാതെ വരുമ്പോൾ ഈ ദമ്പതികൾക്ക് അവർക്ക് ആദി വരും, എന്താ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ലല്ലോ. അത് അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ചോദിച്ചു കഴിയുമ്പോൾ ഈ നമ്മുടെ ആദി കൂടും ചെയ്യും. അപ്പോൾ ആ ആദി കൂടുമ്പോൾ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളാദ്യം നോർമലി ഡോക്ടറെ അടുത്ത് പോയി അത് നോക്കി ഇത് നോക്കി മെൻസ്ട്രൽ പീരീഡും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കി കഴിഞ്ഞ് അതൊരു ഡോക്ടറെ എന്തെങ്കിലും ചികിത്സ പറഞ്ഞ് അത് നടത്തും. അങ്ങനെ 2-3 മാസം കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ പിന്നെയും ആദി കൂടും. അപ്പോൾ അത് പിന്നെ ഒരു ഡോക്ടറെ മാറി വേറെ ഡോക്ടറെ അടുത്ത് പോകും. അത് കഴിഞ്ഞ് പിന്നെയും അത് കഴിഞ്ഞ് വേറെ ഒന്ന് കഴിയുമ്പോൾ പിന്നെ അടുത്ത ടേൺ ജ്യോതിഷികളുടെ അടുത്താണ്. ജ്യോതിഷികളുടെ അടുത്ത് പറയുമ്പോഴും പല ജ്യോതിഷികളും പല രീതിയിൽ ഈ സന്താന അല്ല, ഈ ജ്യോത്സ്യന്മാരെ പലപ്പോഴും വഴിതിരിച്ചു വിടാറില്ലേ? ഇങ്ങനെ ജാതകം നോക്കിയതിനു ശേഷം ഈ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വഴിപാടുകളും പൂജകളും പറഞ്ഞ് പലപ്പോഴും കൂടുതൽ പൈസ അടിച്ചു മാറ്റാനും കൂടുതൽ എക്സ്പെൻസീവ് അടിച്ചു മാറ്റാനല്ല കൂടുതൽ എക്സ്പെൻസീവായിട്ടുള്ള പൂജകളും മറ്റും ചെയ്യാൻ നിർദ്ദേശിക്കാറില്ലേ? ശരിക്കും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് ഈ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ തന്നെ നല്ല ചൈതന്യം കിട്ടുന്ന അമ്പലങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ? അല്ല, ചുരുക്കം ചില ഈ ജ്യോതിഷികളുടെ ഇടയിൽ തന്നെയുള്ള പറയുന്നത് ശരിയാണോ അറിയുന്നില്ല, ചില കള്ളനാണയങ്ങൾ അവർ ഇതേപോലെ തന്നെ ഏതൊരു പ്രൊഫഷനിലുള്ള പോലെ തന്നെയുള്ള ചില ആൾക്കാർ നമ്മളൊരു ആദ്യമായിട്ടാണ് ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് ജ്യോതിഷിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ആദിക്ക് ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഏതൊരു ദൈവജ്ഞനും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നിങ്ങളെ ആ ആദിയെ കൂടുതൽ ഒരു മാറാവ്യാധിയായിട്ട് മാറ്റാനല്ല ഒരിക്കലും ദൈവജ്ഞൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങളെ സമാധാനപ്പെടുത്തി നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ ജാതകത്തിൽ നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജാതകം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ദോഷങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ സന്താന ലബ്ധിക്ക് കാലതാമസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതി ഫോളോ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിന് സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിയുന്നത് പലപ്പോഴും ഈ ആദ്യമായിട്ട് ചെല്ലുന്ന ദമ്പതികളെ സംബന്ധിച്ച് അവർക്ക് സന്താനത്തിനായിട്ട് അത്രയും മോഹം വരുമ്പോൾ അവർ എന്ത് കാശും ചെലവഴിക്കാൻ ചൂഷണം ചെയ്യുന്ന അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനും നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഈ ഏതൊരു ഇതിനെയും ഹീൽ ചെയ്യുന്നത്.
ഏത് മതത്തിലായാലും, നമ്മൾ ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും നമ്മൾ പ്രാർത്ഥന കൊണ്ടാണ് നമ്മുടെ ഇതിന് ആദികൾക്ക് പോലും ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ അതിനെ ഒരു സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു വഴിപാട് കഴിക്കണം. അപ്പോൾ ആ വഴിപാട് കഴിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എറണാകുളത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾക്ക് ഏറ്റവും പേര് കേട്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള തൃപ്പൂണിത്തുറയുള്ള പൂർണ്ണത്രയീശൻ്റെ അമ്പലമാണ്. പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിൽ അനന്തൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. അത് ശ്രീകൃഷ്ണനും അർജുനനും കൂടി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയുന്നത്. അപ്പോൾ സന്താന ഗോപാലമൂർത്തിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഈ സന്താന ഗോപാലമൂർത്തി ആകുന്നതുകൊണ്ട് തന്നെ ആ സന്താന ഗോപാലമൂർത്തിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സന്താനലബ്ധി ഉണ്ടാവും. അപ്പോൾ ഇത് അവിടെ തൃപ്പൂണിത്തുറ അമ്പലത്തിലെ ആ വഴിപാട് എന്നുള്ള രീതിയിൽ ചിങ്ങം, വൃശ്ചികം, കുംഭം ഈ 3 മാസങ്ങളിൽ തിരുവോണം നാളിൽ അവിടെ സന്താന ഗോപാല പുഷ്പാഞ്ജലി നടത്തിയിട്ട് അവിടെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഈ പുഷ്പാഞ്ജലി നടത്തുക പാൽപന്തീരാഴി എന്ന് പറഞ്ഞുള്ള ഒരു പാൽപ്പായസമുണ്ട്. ആ പാൽപ്പായസം അത് വലിയ ഒരു ഫുൾ പാൽപന്തീരാഴിക്ക് കുറച്ച് ചിലവ് കൂടുതലാണ്. അത് 1/4 ഭാഗമാവാം, അരഭാഗമാവാം, 3/4 ഭാഗമാവാം. അപ്പോൾ അങ്ങനെ നടത്തിയിട്ട് കിട്ടുന്ന ഈ പാൽപ്പായസം നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾക്ക്, അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആ സന്തോഷമുള്ളൂ. ആ സന്തോഷം നമ്മളിലേക്ക് ഒരു പരിഹാരമായിട്ട് വന്ന് നമുക്ക് അതിന് ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് ഏറ്റവും നല്ല ഒരു പ്രതിവിധിയായിട്ട്. അതിന് വലിയ ചിലവില്ല നമ്മൾ, കാരണം സന്താന ലബ്ധിക്കും അതേ സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ദമ്പതികൾ അവിടെ പോയി ഈ സന്താന ഗോപാലമൂർത്തി പൂർണ്ണകൃഷ്ണനെ തൊഴുത് പ്രാർത്ഥിച്ച് ഈ വഴിപാട് നടത്തി ഈ വഴിപാട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഓൺലൈനിൽ പ്രാർത്ഥിച്ച് അവിടെ കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പം നമ്മളിൽ വരുത്തുന്ന പരിവർത്തനമാണ് ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഫെഡറൽ ബാങ്കിലെ മുൻ ഉദ്യോഗസ്ഥനായ രാജവർമ്മ സാർ ആയിരുന്നു. അപ്പോൾ സാറ് നമ്മളുടെ എല്ലാവരും ഫേസ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രശ്നമാണ്, ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമായിരുന്നു മംഗല്യദോഷം. മംഗല്യദോഷത്തിനുള്ള പരിഹാരം എന്താണ്, എവിടെയാണ് മംഗല്യദോഷത്തിൻ്റെ പരിഹാരം ചെയ്യേണ്ട ആ അമ്പലം എവിടെയാണെന്നുള്ളത് സത്യത്തിൽ എനിക്ക് പുതിയ അറിവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ സന്താന ലബ്ധിക്കായിട്ടുള്ള വഴിപാടുകളെ കുറിച്ചും മറ്റും സാർ നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ സർ ഇവിടെ വന്ന് ABC മലയാളത്തിൽ വന്ന് ഈ ഒരു കാര്യം എല്ലാവർക്കും ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സർ. വളരെ സന്തോഷം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.